സജീവൻ എന്നിട്ടും ഇ പി ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. സി പി എമ്മിലെ അച്ചടക്ക നടപടി താങ്കൾക്കറിയാമല്ലോ. അതൊക്കെ വളരെ ചെറിയ കാരണങ്ങൾക്ക് പോലും ഉണ്ടാകാറുള്ളപ്പോൾ ഇ പി ജയരാജനെതിരെ ആയിട്ടുള്ള നടപടി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ നടപടി വൈകിപ്പിക്കുകയോ ചെയ്യുന്നത് ഭയം കാരണമാണ് എന്നാണ് വി ഡി സതീശൻ വിലയിരുത്തുന്നത്. അല്ല, അങ്ങനെ ഭയം കാരണമല്ല ആ ഒരു വൈകിപ്പിക്കലുണ്ടാവുന്നത്, അല്ലെങ്കിൽ വൈകിപ്പിക്കലല്ല നടപടി എടുക്കാതിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വലിയ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറിയിട്ട് ജയരാജനെതിരെ എന്ത് നടപടിയിലേക്ക് പോയാൽ കൂടുതൽ ചർച്ച ആയിട്ട് മാറിയിട്ട് അത് പാർട്ടിക്കകത്തൊരു വലിയ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ, വലിയൊരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഇടപാടാണത്. ആ സത്യത്തിൽ സർജറി വേണ്ട കേസ് തൽക്കാലത്തേക്ക് തുന്നിക്കൂട്ടിയൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് പാർട്ടിക്ക് ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പാർട്ടിക്ക് ഗുണമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരെ ഗുണമല്ല. നിങ്ങൾ പ്ലീനത്തിലോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ്സിലോ ഒക്കെ ഈ തെറ്റുതിരുത്തൽ രേഖ അവതരിപ്പിച്ചുകൊണ്ട് കാര്യമായില്ലല്ലോ. എന്നൊരു തെറ്റ് ന്യായീകരണ പരിപാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. ഇവിടെ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് വയ്ക്കുക. അങ്ങനെ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു സി പി എമ്മുകാരനോട് ബി ജെ പിക്കാരനോട് സൗഹൃദം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു സൗഹൃദ ബന്ധമില്ല. ഇപ്പം ഞാൻ നികേഷ് ഈ ബേപ്പൂരിലൂടെ പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ പരിചയമുള്ളതാണ്. ഞാൻ തിരിച്ച് താങ്കളുടെ വീടിന് മുമ്പിലൂടെ പോകുമ്പം വീട്ടിലേക്ക് പറയാതെ വന്നാലും പരിചയത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാവുന്നതാണ്. ഇവിടെ അതല്ല. ഒരു മുൻപരിചയവും കാര്യമായിട്ടില്ലാത്ത സുഹൃത്തുക്കളല്ലാത്ത രണ്ട് പേര് തമ്മിൽ കാണുന്നു. അവിടെ രണ്ടുപേർ, ഇപ്പം ജയരാജൻ പറഞ്ഞിട്ടുള്ളത്, ഇ പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് വെറും 5 മിനിറ്റ് മാത്രം വന്നു, കണ്ടു, ലോഹ്യം പറഞ്ഞു പോയി. അത് മാത്രമാണ് ഉണ്ടായത്. ഞാൻ അപ്പോഴേക്ക് അവർ വന്നുടനെ എനിക്ക് വേറെ പരിപാടിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങി. അപ്പോൾ അവരും ഇറങ്ങിയെന്ന് പറഞ്ഞു. അതല്ല എന്നാണ് നന്ദകുമാർ പറഞ്ഞു. ഇരുന്ന് സംസാരിച്ച വിഷയങ്ങൾ എന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാനിതിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ 3 പേരാണല്ലോ ആ ചർച്ചയിലുണ്ടായത്, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിലുണ്ടായത്. ഒന്ന് പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹം പറഞ്ഞിട്ട് രാഷ്ട്രീയാതീതമായിട്ടുള്ള ബന്ധങ്ങൾ പലതും ഉണ്ടാകും, അത് ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ ലഘൂകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ സംസാരിച്ച കാര്യം എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും അറിഞ്ഞത് എന്നുകൂടി, അപ്പോൾ അവർക്കതിന് വിഷയം എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ ജയരാജൻ പറഞ്ഞ പോലെ 5 മിനിറ്റാണോ 10 മിനിറ്റാണോ എന്നുള്ള ജാവ്ദേക്കർ പറഞ്ഞിട്ടില്ല. ഇവിടെ നന്ദകുമാർ പറഞ്ഞ കാര്യമുണ്ട്, ഇന്നതാണ്. അത് സത്യത്തിൽ അതാണ് എങ്കിൽ അന്നേ തന്നെ പാർട്ടിയെ അറിയിക്കേണ്ടതായിരുന്നു. അത് പ്രധാന ഒരു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, ഒരുപക്ഷെ PBയിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരാൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവേണ്ടിയിരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാൾ BJPക്കാരും വന്നിട്ട് ഇതാ ഞങ്ങളെ തൃശ്ശൂരിൽ ജയിപ്പിക്കണം എന്നോടാണോ? ശ്രീ സജീവൻ, അത് ശ്രീ പ്രകാശ് ജാവ്ദേക്കറുടെ പേരിൽ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട അഭിമുഖം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു അഭിമുഖം അദ്ദേഹം കൊടുത്തിട്ടില്ല. അത് കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സന്ദീപ്, ഞാൻ ഇന്നത്തെ അഭിമുഖമല്ല പറഞ്ഞ ആദ്യത്തെ ദിവസം ഈ സജീവൻ നേരത്തെ ടി ജി നന്ദകുമാർ പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ കുഴപ്പത്തിലാകാൻ പോവുകയാണ്, പ്രകാശ് ജാവ്ദേക്കർ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ നിർബന്ധിതമാകുമെന്ന്. അതിൽ ഞാൻ ആ സമയത്ത് അത് ഓർത്തു വെച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഞാനത് കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും അതാണത്. എങ്ങനെയാണ് ജാവ്ദേക്കറുമായി നടന്ന ചർച്ച, അത് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പറയുന്നത്. സുധാകരന് ഇത് ആദ്യം എടുത്തിട്ട് സുധാകരനാണ്, രണ്ടാമത് ശോഭാ സുരേന്ദ്രനാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, സാധാരണ നമ്മൾ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് ഈ സാക്ഷിമൊഴികൾ പൂർണ്ണമായിട്ടും വിരുദ്ധമാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ സുധാകരൻ പറഞ്ഞത് ഗൾഫിൽ വെച്ചിട്ടാണ് സംസാരിച്ച് രാജീവ് ചന്ദ്രശേഖരുമായിട്ടാണെന്നാണ്. രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നന്ദകുമാറിൻ്റെ വീട്ടിൽ വെച്ച് 3 തവണ, രാമനിലയത്തിൽ വെച്ച് 1 തവണ, ഡൽഹിയിൽ വെച്ച് 2 തവണ എന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല ഈ ആകെ നടന്നിട്ടുള്ള ചർച്ച ഈ ജയരാജൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചാണ് എന്നാണ് നന്ദകുമാർ പറഞ്ഞുള്ളത്. പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞുള്ള അത് അവിടെ വെച്ചാണെന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാകും പരസ്പരം വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ്. സ്ഥലം പോയി, പ്ലേസ് ഓഫ് ഒക്കറൻസ് തെറ്റ്, സംസാരിച്ച വിഷയം തെറ്റ്, BJPയിലേക്ക് വരാനില്ല എന്ന് നന്ദകുമാർ പറഞ്ഞു. BJPയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യം അതിലാ പ്രശ്നമുണ്ട്. പക്ഷേ
ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇ.പി. ജയരാജൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജാവ്ദേക്കർ വന്നിട്ട് തൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറയുന്നു, ഞങ്ങളെ ലാവ്ലിൻ കേസ് ഒഴിവാക്കി തരാം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒഴിവാക്കി തരാം, ബാക്കിയുള്ള പല കേസുകളും ഒഴിവാക്കി മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നന്ദകുമാറുമായി സംസാരിച്ചപ്പോഴാണ് ആ സംശയങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് സെക്രട്ടേറിയറ്റും കാണുന്നു. എം.വി. ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകളാണ്. 26-ാം തീയതി പിണറായി വിജയൻ തന്നെ പറഞ്ഞു, കോട്ട്, ബന്ധമുണ്ടായാൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങളായി വരിക എന്ന് അന്ന് തന്നെ പിണറായി വിജയൻ സൂചിപ്പിച്ചു എന്നാണ് ഇന്ന് എം.വി. ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. അല്പം മുമ്പ് നന്ദകുമാർ സംസാരിക്കുമ്പോൾ ഇ.പി. ജയരാജനുമായി സംസാരിച്ചു എന്ന സൂചന നൽകുന്ന വിധത്തിൽ, അതായത് ശോഭാ സുരേന്ദ്രൻ്റെയും കെ സുധാകരൻ്റെയും വെളിപ്പെടുത്തലിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങൾക്ക് ശേഷം DG നന്ദകുമാർ ഇ.പി. ജയരാജനെ വിളിച്ചിട്ട് നമ്മൾ മറുപടി പറയണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ബന്ധം അവസാനിപ്പിച്ചു എന്ന് ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റിനോട് പറഞ്ഞുവെങ്കിൽ തന്നെയും ബന്ധം അവിടെ എവിടെയോ തുടരുന്നുണ്ട് എന്നുള്ളത് ഒന്ന്. അത് ഇ.പി. ജയരാജനുമായിട്ടുള്ള ബന്ധം. ജാവ്ദേക്കർ മറുപടി പറയാൻ നിർബന്ധിതമാകുമെന്ന് സ്വമേധയാ കണ്ടെത്തിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ജാവ്ദേക്കറുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ജാവ്ദേക്കറെ അങ്ങ് മാറ്റി നിർത്താം. ഏതായാലും ഇ.പി. ജയരാജൻ്റെ കാര്യത്തിനകത്ത് ഇ.പി. ജയരാജൻ ഇപ്പോഴും TG നന്ദകുമാറുമായി ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണോ ഇതിൽ നിന്ന് പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് അദ്ദേഹം പെട്ടെന്നൊന്നും മാറുന്ന ആളൊന്നുമില്ല. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ പക്വത വേണ്ടിടത്ത് അത് പ്രകടിപ്പിക്കാത്ത, രാഷ്ട്രീയമായിട്ട് ഔന്നത്യം കാണിക്കേണ്ടിടത്ത് അത് കാണിക്കാത്ത ആളാണ് ഇ.പി. ജയരാജൻ എന്ന കാര്യം നമുക്ക് പലപ്പോഴും ബന്ധു നിയമനത്തിൻ്റെ കാര്യം മാത്രമൊന്നുമില്ല. ഈ പിണറായി സർക്കാരിന്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഞാനത് പറയുന്ന തെളിവുകളുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ തെളിവായിട്ട് പറയും, ഇ.പി. ജയരാജൻ മറ്റ് എന്താണ് LDFന് അഭിമതരല്ലാത്ത ആളുകളെ കീ പോസ്റ്റിൽ ഇരുത്തുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരെ ഉണ്ടായിരുന്നു. പാർട്ടിയിലെ ചർച്ചയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇത് പാർട്ടി പക്ഷേ ജയരാജന് വന്നിട്ടുള്ളൊരു ജാഗ്രത കുറവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ട് കാര്യമില്ല. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ജാഗ്രത കുറവുണ്ട്, പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തിരുത്തലാണ്. തെറ്റ് തിരുത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അതിൻ്റേതായിട്ടൊരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ വേണം. Debate with M.V. Nikesh Kumar.